അക്കൗണ്ടൻസിയിലെ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിലെ നാലാമത്തെ പ്രോബ്ലം നമ്മൾ നോക്കുവാണ്. ഈ ചോദ്യം നോക്കാം. ഓൺ 1st January 2014 എ ഹെഡ് ഓഫീസ് ഓപ്പൺഡ് എ ബ്രാഞ്ച് അറ്റ് മധുരൈ. ഹെഡ് ഓഫീസ് മധുരൈ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു. വിച്ച് ഗുഡ്സ് ആർ സെൻഡ് അറ്റ് കോസ്റ്റ് വേർ സെയിൽസ് ആർ മെയ്ഡ് ബോത്ത് ഫോർ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ്. മുൻപ് ചെയ്ത കണക്കുകളിൽ നിന്ന് ഈ കണക്കിനുള്ള വ്യത്യാസം എന്താണ്? മുൻപ് ചെയ്ത കണക്കുകളിലെല്ലാം ക്യാഷ് സെയിൽ മാത്രം ചെയ്യുന്ന കണക്കുകളായിരുന്നു. എന്നാൽ ഇപ്പം ബ്രാഞ്ചിന് വേണമെങ്കിൽ ക്യാഷ് സെയിൽ നടത്താം, വേണമെങ്കിൽ കടം വിൽപ്പനയും നടത്താം. ക്യാഷിന് ക്രെഡിറ്റിനും വിൽപ്പനയുണ്ടെന്നർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും കടം വിൽപ്പന നടത്തുമ്പോൾ ഡെറ്റേഴ്സ് എന്നൊരു പുതിയ വിഭാഗം അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. കാരണം നമ്മൾ കടം വിൽക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാർ നമ്മുടെ അസറ്റാണ്, അവർ നമുക്ക് പണം തരാനുള്ളവരാണ്, നമ്മുടെ ഡെറ്റേഴ്സ് ആണ്. സോ ആ ഡെറ്റേഴ്സിന് വേണ്ടി ഒരു അക്കൗണ്ട് കൂടി ഓപ്പൺ ആകും എന്ന പ്രത്യേകതയാണ് ഈ കണക്കിന് മുൻ കണക്കുകളിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളത്. ദ ഫോളോയിങ് റിലേറ്റഡ് ടു ബ്രാഞ്ച് ഫോർ ദ ഇയർ 2014. 2014 ഡീറ്റെയിൽസ് ആണ് നൽകിയിരിക്കുന്നത്. ആദ്യം ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് അയച്ചത് 80,000 രൂപ കോസ്റ്റ് പ്രൈസിന്റെ ഗുഡ്സ്. ചെക്ക് സെൻഡ് ടു ബ്രാഞ്ച് ഫോർ. ചെക്ക് ബ്രാഞ്ചിലേക്ക് അയച്ചത് ബ്രാഞ്ചിലെ ചെലവുകൾ നേരിടാനാണ്. എന്തൊക്കെയാണ് ബ്രാഞ്ചിൽ വന്ന ചെലവുകൾ? റെന്റ് ഇനത്തിൽ 3,000 രൂപയും സാലറി ഇനത്തിൽ 4,000 രൂപയും ഓഫീസ് എക്സ്പെൻസ് ഇനത്തിൽ 1,700 രൂപയും കൂടി ചേർത്ത് 8,700 രൂപ ബ്രാഞ്ചിൽ എക്സ്പെൻസ് നേരിടാൻ വേണ്ടി ചെക്ക് അയച്ചു കൊടുത്തു. ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ചെക്ക് അയച്ചു കൊടുക്കുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ അത് എങ്ങനെയാണ് പ്രതിഫലിക്കുക? ടു ബാങ്ക് എന്നെഴുതി 2 കോളൻ ഇട്ടിട്ട് ഈ സൈഡ് ഐറ്റംസ് ഒക്കെ ഇന്നർ കോളത്തിൽ കാണിച്ച് ഔട്ടർ കോളത്തിൽ 8,700 എന്ന എമൗണ്ട് എഴുതും. അങ്ങനെയാണ് നമ്മൾ ഇതുവരെ എഴുതി പോകുന്നത്. അങ്ങനെ തന്നെ ഇനി ക്യാഷ് സെയിൽ എത്രയാണ്? 62,000. ക്യാഷ് സെയിൽ തീർച്ചയായിട്ടും നമുക്ക് അന്നന്ന് തന്നെ ആ ക്യാഷ് ഹെഡ് ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈ ക്യാഷ് സെയിലിന്റെ എമൗണ്ട് 62,000 കാണിക്കണമല്ലോ. ക്രെഡിറ്റ് സെയിൽ 40,000 ആണ്. നോക്കൂ, ഈ ക്രെഡിറ്റ് സെയിൽ നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കേണ്ട, അതാണ് പ്രത്യേകം നോട്ട് ചെയ്യാനുള്ളത്. എങ്ങനെയാണ് ഈ ക്രെഡിറ്റ് സെയിൽ നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കേണ്ട ആവശ്യമില്ല 40,000 എന്നുള്ളത്. അറിയാണ്ട് ഇത് എവിടെയെങ്കിലും കൊണ്ട് എഴുതി വെച്ചാൽ നമ്മുടെ കണക്ക് വെച്ചു. ഇനി ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിൽ നിന്ന് 40,000 രൂപയുടെ കടം വിൽപ്പന നടന്നെങ്കിൽ അതിൽ 32,000 രൂപ ഡെറ്റേഴ്സിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയ ക്യാഷാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യുന്നു? ഹെഡ് ഓഫീസിന് അയച്ചു കൊടുക്കാനുള്ള പൈസയുടെ കൂട്ടത്തിൽ, അതായത് ക്യാഷ് സെയിലിന്റെ 62,000 കൂടി 32,000 കൂടി ചേർത്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കാനുള്ളതാണ് ടു ബാങ്ക് എന്നുള്ളത്. ഇനി ബാക്കിയുള്ള അപ്പം 40,000 രൂപയ്ക്ക് കടം വിറ്റിട്ട് 32,000 ക്യാഷ് കിട്ടി, ബാക്കി 8,000 അത് ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ്. ഡെറ്റേഴ്സ് നമ്മുടെ അസറ്റ് ആണല്ലോ, അസറ്റിന്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ പതിവ് പോലെ അസറ്റിന്റെ ക്ലോസിംഗ് ബാലൻസ് കാണിക്കുന്ന സ്ഥലം എവിടെയാണ്? ക്രെഡിറ്റ് സൈഡിൽ ഏറ്റവും അവസാനം അവിടെ ഇത് കാണിക്കേണ്ടി വരും. അതാണ്. പിന്നെ സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ ക്ലോസിംഗ്. ബ്രാഞ്ച് സ്റ്റോക്ക് ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, അത് 6,000. ഇതിപ്പോ ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ, ഓഫീസ് ഓപ്പൺഡ്, അതുകൊണ്ട് ഓപ്പണിംഗ് അസറ്റ്സ് ഇല്ലാത്തത്. കാരണം ഈ കൊല്ലമാണ് ആദ്യമായിട്ട് തുടങ്ങിയേക്കണം. ഇതിന് മുമ്പത്തെ കൊല്ലം പ്രവർത്തിച്ചിരുന്ന ബാങ്ക് ആണെങ്കിൽ, ബ്രാഞ്ച് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് എന്തെങ്കിലുമൊക്കെ വന്നേനെ. എന്തായാലും ഇത് ആദ്യമായിട്ട് തുടങ്ങിയേക്കുന്നുണ്ട്, ഇപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഇല്ല, പക്ഷേ ക്ലോസിംഗ് ബാലൻസ് അസറ്റുകൾക്കുണ്ട്. നമ്മളോട് ഇത് പറഞ്ഞിരിക്കുന്നു, പ്രിപ്പയർ മധുരൈ ബ്രാഞ്ച് അക്കൗണ്ട് ഫോർ 2014. 2014 മധുരൈ ബ്രാഞ്ച് അക്കൗണ്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതുപോലെ മധുരൈ ബ്രാഞ്ച് അക്കൗണ്ട് ഉണ്ടാക്കാം ഫോർ ദി ഇയർ എൻഡ് 31st 24. അപ്പോൾ പർട്ടിക്കുലേഴ്സ് കോളം, എമൗണ്ട് കോളം ഒക്കെ നമ്മൾ വരച്ചു. ടു ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച് എത്രയാ? 80,000 ആണ്. 80,000 രൂപയുടെ ഗുഡ്സ് ബ്രാഞ്ചിലേക്ക് അയച്ചു. ടു ബാങ്ക്, ബ്രാഞ്ച് എക്സ്പെൻസ് നേരിടാൻ വേണ്ടി 2 കുത്തിയിടണം കോളൻ കഴിഞ്ഞിട്ട് ഓരോ എക്സ്പെൻസും ഇന്നർ കോളത്തിൽ കാണിക്കണം, എന്നിട്ട് ടോട്ടൽ ഔട്ടർ കോളത്തിൽ കാണിക്കണം. ബ്രാഞ്ച് എക്സ്പെൻസ് എഴുതാനുള്ള സ്ഥലമാണല്ലോ ഡെബിറ്റ് സൈഡ്. ഓക്കെ, റെന്റ് 3,000, സാലറി 4,000, ഓഫീസ് എക്സ്പെൻസ് 1,200, എല്ലാവരും കൂടി ചേർത്ത 8,100. ഇനി ചെലവെല്ലാം എഴുതി കഴിഞ്ഞു. ഇനി ഇൻകം ആണ്. ഇൻകം എന്താണ്? ക്യാഷ് സെയിലിന്റെ പൈസ 62,000 ഇന്നർ കോളത്തിൽ കാണിച്ചു. ഡെറ്റേഴ്സിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയ പൈസ 32,000 കേട്ടോ. ക്രെഡിറ്റ് സെയിൽ 40,000 നടന്നു, അത് എഴുതരുതെന്ന് ഞാൻ പറഞ്ഞു. ഡെറ്റേഴ്സിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയ പൈസ 32,000. ഇത് രണ്ടും എഴുതി ഹെഡ് ഓഫീസിന് അങ്ങോട്ട് ഈ പൈസ അയക്കാം 94,000. അതാണ് ബൈ ബാങ്ക് എന്ന് പറയുന്നത്. ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന പൈസ. ബൈ ബാങ്ക് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് അങ്ങോട്ട് കൊടുക്കുന്ന പൈസ. ഇനി അസറ്റുകളുടെ ക്ലോസിംഗ് ബാലൻസ് എന്തൊക്കെയാണ്? സ്റ്റോക്കിന്റെ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് നൽകിയിരിക്കുന്നത് എത്രയാണ്? 6,000 എന്ന് നൽകിയിരിക്കുന്നു, അതെഴുതി. അതുപോലെ തന്നെ ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ്, കാരണം 40,000 രൂപ വിറ്റിട്ട് 32,000 ക്യാഷ് കിട്ടിയിട്ടുള്ള 8,000 ഇനിയും കിട്ടാനുണ്ട്, അത് നമ്മുടെ അസറ്റാണ്. അപ്പോൾ അത് ക്ലോസിംഗ് ബാലൻസ് ആണ്. ക്ലോസിംഗ് ഡേറ്റിലും ആ അസറ്റ് അവിടെ തന്നെ നിൽക്കുകയാണ്, 8,000 അങ്ങനെ തന്നെ. സോ ആ 8,000 കൂടി ചേർത്ത് എഴുതി. നോക്കൂ, ക്ലോസ് ചെയ്യാം. ടോട്ടൽ ചെയ്തു, ആ ടോട്ടൽ ഇപ്പുറത്തെ വശത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് കാൽക്കുലേറ്ററിൽ 8,100ഉം 80,000 കൂടി കൂട്ടി 88,100. ഈ 1,80,000 88,100 കുറച്ചാൽ ബാക്കി 19,900 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബ്രാഞ്ച് പ്രോഫിറ്റ് ആണ്. എന്താ മനസ്സിലാക്കേണ്ടത്? ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ 40,000 ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ ബ്രാഞ്ചിൽ വരില്ല. പകരം ഇൻസ്റ്റഡ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സിൽ നിന്ന് കിട്ടിയ 32,000 ഉണ്ടല്ലോ, അത് മാത്രമാണ് ബ്രാഞ്ച് അക്കൗണ്ടിൽ വരുള്ളൂ. അതുപോലെ തന്നെ ക്ലോസിംഗ് ഡെറ്റേഴ്സ് 8,000. അങ്ങനെ രണ്ടായിട്ടാണ് 40,000 സ്പ്ലിറ്റ് ചെയ്താണ് കാണിക്കുള്ളൂ.
അല്ലാണ്ട് ഒറ്റയടിക്കാൻ 40,000 എവിടെയും കണക്കിൽ ബ്രാഞ്ച് അക്കൗണ്ടിൽ വരേണ്ട കാര്യമില്ല. അങ്ങനെ എഴുതിയാൽ തെറ്റിപ്പോകും. ഇതാണ് ആ കണക്ക്. നാലാമത്തെ കണക്ക്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ കണക്കായിരുന്നു, കാരണം ഡെറ്റേഴ്സ് വരുന്ന ടൈപ്പ് ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയ. ഇതിനു മുമ്പ് ഡെറ്റേഴ്സ് ഇല്ലാത്ത ടൈപ്പ് കണക്കായിരുന്നു. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഹെഡ് ഓഫീസ് അറ്റ് കൊച്ചി. കൊച്ചിയിൽ ഹെഡ് ഓഫീസ് ഉള്ള ഒരു സ്ഥാപനം കൺസൈൻസ് ഗുഡ്സ് ടു ഇറ്റ്സ് കോട്ടയം ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് പ്രൈസ്. അതിന്റെ കോട്ടയം ബ്രാഞ്ചിലേക്ക് കോസ്റ്റ് പ്രൈസിന് സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നു. ദ ബ്രാഞ്ച് ഓൾസോ പർച്ചേസസ് ഗുഡ്സ് ഫ്രം ഔട്ട്സൈഡ്. ബ്രാഞ്ച് ഈ ഹെഡ് ഓഫീസിന്റെ സാധനങ്ങൾ മാത്രമല്ല കേട്ടോ, പുറമേ നിന്നും സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. എന്തോ ആവട്ടെ, ദ ബ്രാഞ്ച് സെൻസ് ദ ഗുഡ്സ്. അപ്പോൾ ഈ ബ്രാഞ്ച് ഈ ഗുഡ്സ് അയച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയാമോ? ദ ബ്രാഞ്ച് സെൽസ് ദ ഗുഡ്സ് ബോത്ത് ഓൺ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ടേംസ്. ക്യാഷ് ടേംസിലും ക്രെഡിറ്റ് ടേംസിലും. ഇതിവിടെ തെളിയാതെ വന്നിട്ടുണ്ട്. ദ ബ്രാഞ്ച് സെൻസ് ഗുഡ്സ് ബോത്ത് ഓൺ ക്യാഷ് ആൻഡ്, ക്യാഷിനും ക്രെഡിറ്റിനുമായിട്ട് ബ്രാഞ്ച് സാധനങ്ങൾ, ക്യാഷ് സെയിലും ഉണ്ട് ക്രെഡിറ്റ് സെയിലും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് സെയിൽ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കാന്ന് അറിയാലോ? എന്താണ്? ഡെറ്റേഴ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. ദ ഫോളോയിങ് റിലേറ്റഡ് ദ ബ്രാഞ്ച് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2014. താഴെ പറയുന്നത് നമ്മുടെ ബ്രാഞ്ചിലെ ഡീറ്റെയിൽസ് ആണ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. ഹെഡ് ഓഫീസിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയത് 5,000 ഉണ്ട്. ഡയറക്റ്റ് പർച്ചേസ് 2,100. ഓക്കെ, ഇത് രണ്ടുമാണ് ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടിയത് കൊണ്ട്. കാരണം പുറത്തു നിന്ന് സാധനം വാങ്ങിക്കുന്ന ടൈപ്പ് ആണല്ലോ ഈ ബ്രാഞ്ച്. ഇനി സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ഓൺ ഓപ്പണിംഗ് ഡേറ്റ്. ഓപ്പണിംഗ് ഡേറ്റിൽ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. കൊടുക്കേണ്ട, കഴിഞ്ഞ വർഷം കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല. ഇനി കൊടുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ടും കൊടുക്കാതെ വന്നാൽ അത് ലയബിലിറ്റി ആണ്, നമുക്കറിയാം. ഒരു 500 അതങ്ങനെയുണ്ട്. ഓപ്പണിംഗ് ബ്രാഞ്ച് ഡെറ്റേഴ്സ് 4,000. ഇൻഷുറൻസ് പ്രീപെയ്ഡ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ്. ഓപ്പണിംഗ് ഡേറ്റിലെ ഇൻഷുറൻസ് പ്രീപെയ്ഡ് ആണ്, അഡ്വാൻസ് അടച്ചതാണ്. സോ അസറ്റ് ആണത് അല്ലേ, 300. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡ്യൂറിംഗ് ദി ഇയർ. ഈ വർഷം ബ്രാഞ്ചിലേക്ക് അയച്ച ഗുഡ്സ് 1,00,000. ഡയറക്റ്റ് പർച്ചേസ് ബൈ ബ്രാഞ്ച് 20,000. റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ് ഇൻക്ലൂഡിംഗ് ഇൻഷുറൻസ് 5,500. പെറ്റി ക്യാഷ് റെമിറ്റൻസ് ടു ബ്രാഞ്ച് 200. ക്യാഷ് സെയിൽസ് അറ്റ് ബ്രാഞ്ച് 85,000. ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും ഉണ്ടാവും അല്ലേ. ഓക്കെ, ക്രെഡിറ്റ് സെയിൽസ് ഡ്യൂറിംഗ് ദി ഇയർ 70,000. ദെൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയ പൈസ, കാരണം കടം വിറ്റത് 70,000 കടം വെക്കുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചെങ്കിലും പൈസ പരമാവധി പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. 67,000 പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനിയും നമുക്കൊരു 3,000 കൂടി പിരിഞ്ഞ് കിട്ടാത്തതുണ്ട്. അത് നമുക്ക് കണക്കാക്കാവുന്നേ ഉള്ളൂ. ഇനി ബ്രാഞ്ച് സ്റ്റോക്ക് ക്ലോസിംഗ് ഡേറ്റിൽ ഹെഡ് ഓഫീസിൽ നിന്ന് ട്രാൻസ്ഫേർഡ് ഫ്രം ഹെഡ് ഓഫീസിലെ 10,000 ഉണ്ട്. ബ്രാഞ്ച് ഡെറ്റേഴ്സ് ഡയറക്റ്റ് പർച്ചേസിലെ ക്ലോസിംഗ് സ്റ്റോക്ക് 4,000 ഉണ്ട്. രണ്ടും തിരിച്ച് തന്നെ എഴുതുക. ഹെഡ് ഓഫീസ് തന്നതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, ഡയറക്റ്റ് പർച്ചേസിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. കാരണം ഹെഡ് ഓഫീസിൽ നിന്ന് വന്നതിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് 5,000, ഡയറക്റ്റ് പർച്ചേസിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് 2,500 ആണ്. അത് രണ്ടും തരംതിരിച്ച് തന്നെ എഴുതി. ഇനി അടുത്തത് പെറ്റി ക്യാഷ് ബാലൻസിന്റെ ക്ലോസിംഗ് ബാലൻസ് 10 രൂപയാണ്. ഇൻഷുറൻസ് പ്രീപെയ്ഡ് ഓൺ ക്ലോസിംഗ് ഡേറ്റിൽ 100 രൂപയാണ്. അതും ഇൻഷുറൻസ് പ്രീപെയ്ഡ് ഒക്കെ അസറ്റ് ആണല്ലോ. അപ്പോൾ അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഒക്കെ നമ്മൾ എഴുതണം. പ്രിപ്പയർ കോട്ടയം ബ്രാഞ്ച് അക്കൗണ്ട്. തീർച്ചയായിട്ടും കോട്ടയം ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ ഇതുപോലെ വരയ്ക്കുന്നു. കോളം വരയ്ക്കാനൊക്കെ നമുക്കറിയാം. എന്നിട്ട് ആദ്യത്തെ ഐറ്റം നമ്മൾ എഴുതുന്നു ജനുവരി 1-ാം തീയതി ഓപ്പണിംഗ് ബാലൻസുകൾ എഴുതുന്നു. ഓപ്പണിംഗ് ബാലൻസുകളെ നമ്മൾ എന്താ പറയുക, ബ്രോഡ് ഡൗൺ ബാലൻസുകൾ എന്ന് പറയുന്നു. സോ ബ്രോഡ് ഡൗൺ ബാലൻസുകൾ എഴുതുന്നു. എന്തൊക്കെയാണ്? ബ്രാഞ്ച് സ്റ്റോക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടിയതിന്റെ 5,000. ദെൻ നമ്മുടെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്തതിന്റെ ബ്രാഞ്ച് സ്റ്റോക്ക് 2,500. ഇതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഇത് രണ്ടും കൂട്ടി ഒരുമിച്ച് നമ്മളിവിടെ ഔട്ടർ കോളത്തിൽ എഴുതി. ബ്രാഞ്ച് ഡെറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ അത് എഴുതി 4,000. ഇനി ഇൻഷുറൻസ് പ്രീപെയ്ഡും ഒരതരം അസറ്റ് ആണ്. എല്ലാ അസറ്റുകളും എന്തോ ആദ്യമാണ് കാണിക്കുന്നത്. അപ്പൊ ഇത്രയും ഗ്രൂപ്പുകൾ മുഴുവൻ അസറ്റാണ്. അസറ്റിന്റെ ഗ്രൂപ്പിന്റെ ഇടപാട് മുഴുവൻ തീർത്തിട്ടാണ് ബാക്കി എന്തും ചെയ്യുന്നത്. അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ ആദ്യം ഇൻഷുറൻസ് പ്രീപെയ്ഡ്, ബ്രാഞ്ച് ഡെറ്റേഴ്സ്, അതുപോലെ തന്നെ ബ്രാഞ്ച് സ്റ്റോക്ക്. ബ്രാഞ്ച് സ്റ്റോക്കിൽ തന്നെ 2 വെറൈറ്റി വന്നതേ ഉള്ളൂ ഈ കണക്കിൽ. വേറെ പ്രത്യേകതയൊന്നുമില്ല. ഹെഡ് ഓഫീസിൽ നിന്ന് വന്ന സ്റ്റോക്ക് വേറെ, നമ്മൾ പുറത്ത് മാർക്കറ്റിൽ നിന്ന് മേടിച്ചതിന്റെ അതിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. രണ്ടും ഒരുമിച്ച് എഴുതി ഔട്ടർ കോളത്തിൽ കാണിച്ചു. അപ്പോൾ നമ്മുടെ ഓപ്പണിംഗ് അസറ്റ്സ് എല്ലാം എഴുതി കഴിഞ്ഞു. നമുക്ക് ഓപ്പണിംഗ് അസറ്റ്സ് ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ആദ്യമാണ് വരുന്നതെങ്കിൽ ക്ലോസിംഗ് അസറ്റ്സ് എവിടെ വരിക? അത് ക്രെഡിറ്റ് സൈഡിൽ അവസാനമാണ് വരിക. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് ഉണ്ട്. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ ക്ലോസിംഗ് അസറ്റ്സ് എഴുതുന്നുണ്ട്. ഓപ്പണിംഗ് അസറ്റ്സ് ബാലൻസ് ബ്രോഡ് ഡൗൺ എന്നും പറഞ്ഞ് എഴുതുന്നത്. അതുപോലെ തന്നെ ക്ലോസിംഗ് അസറ്റ്സ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതുന്നത്. ബ്രാഞ്ച് സ്റ്റോക്ക് ട്രാൻസ്ഫർ ഫ്രം ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിൽ നിന്നുള്ളതിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 10,000. ഡയറക്റ്റ് പർച്ചേസിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 4,000. അതൊക്കെ പ്രത്യേകം നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂടി ചേർത്ത് ഒരുമിച്ച് എഴുതി. ഇനി ബ്രാഞ്ച് ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് ബാലൻസ് 7,000. ഇനി ബ്രാഞ്ച് പെറ്റി ക്യാഷ് അതിന്റെ 10 രൂപ. ഇനി ഇൻഷുറൻസ് പ്രീപെയ്ഡ് അതിന്റെ ക്ലോസിംഗ് ബാലൻസ് 100 രൂപ. അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് 300 ആയിരുന്നു. ഇൻഷുറൻസ് പ്രീപെയ്ഡ് ഒക്കെ അസറ്റ് ആയതുകൊണ്ടാണ് ക്ലോസിംഗ് അസറ്റ്സിന്റെ കൂട്ടത്തിൽ അത് എഴുതുന്നത്. അത് എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് അയച്ച ചരക്കുകൾ എത്രയാണ്? 1,00,000 രൂപയുടെ ചരക്കുകൾ. ഇനി അപ്പോൾ അത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് 1,00,000.
ഇവിടെ വിൽക്കാതെ ബാലൻസ് ഉണ്ടെങ്കിലാണ് ഇവിടെ ബൈ ഗുഡ്സ് ആൻഡ് ബ്രാഞ്ച്. എന്തായാലും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ അത് എഴുതേണ്ടി വരുന്നില്ല. ഇനി അതുപോലെ തന്നെ പർച്ചേസ് ബാങ്ക് ടു ബാങ്ക് എന്തിനാണ്? പർച്ചേസ് നടത്താനായിട്ട് 20,000 രൂപയും ഹെഡ് ഓഫീസ് അയച്ചു തന്നു. എക്സ്പെൻസ് നേരിടാൻ വേണ്ടി 5,000 രൂപയും അയച്ചു തന്നു. എന്താ അപ്പോൾ പർച്ചേസ് 20,000, എക്സ്പെൻസ് 5,000, മൊത്തം 25,500. ഇനി എക്സ്പെൻസസ് കൊടുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ടും കൊടുക്കാത്ത ഒരു 300 രൂപ ഉണ്ടെന്ന് പറഞ്ഞു. സാലറി കൊടുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ടും കൊടുക്കാത്ത ഔട്ട്സ്റ്റാൻഡിങ് സാലറി, അത് ബാധ്യതയാണ്. അതുകൊണ്ട് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് 300 എന്ന് എഴുതി വെച്ചു. ഇനി ബാങ്ക് പെറ്റി ക്യാഷ് എമൗണ്ട് എന്താണ്? ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ പൈസ അയച്ചു കൊടുത്തു. എന്തിനു വേണ്ടി? പെറ്റി ക്യാഷ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി 200 രൂപ. ഇത്രയുമാണ് ആകെ വരുന്ന ചെലവുകൾ അല്ലേ. സാലറി ഔട്ട്സ്റ്റാൻഡിങ്, സാലറി കൊടുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ടും കൊടുക്കാത്തതാണ് സാലറി ഔട്ട്സ്റ്റാൻഡിങ്. ഇനി എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് വേറെയാണ്, സാലറി ഔട്ട്സ്റ്റാൻഡിങ് വേറെയാണ്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് 500. ഇനി ബൈ ബാങ്ക് എന്താണത്? ക്യാഷ് സെയിൽ നടത്തിയ 85,000, ഡെറ്റേഴ്സിൽ നിന്ന് പിരിഞ്ഞ് കിട്ടിയ 67,000. ക്രെഡിറ്റ് സെയിലിന്റെ എമൗണ്ട് എന്തായാലും ഇവിടെ കാണിക്കാൻ പാടില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റ് സെയിൽ നമ്മുടെ ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ കാണിക്കാം. ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് 7,000 എന്ന് കാണിച്ചിരിക്കുന്നു. ഓക്കെ. ഇനി അപ്പൊ 85, 67 കൂടി കൂട്ടി 1,52 നമ്മുടെ ഇവിടെ എഴുതി. ഇത്രയുമാണ് നമുക്ക് ചെയ്യേണ്ടത്. കാരണം ഡെറ്റേഴ്സ് കടം വിറ്റത് എത്ര രൂപയ്ക്കാണെന്ന് ഓർക്കുക. കടം വിറ്റത് തീർച്ചയായിട്ടും 70,000 രൂപയ്ക്കാണെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. ഇതാ കടം വിറ്റത് ക്രെഡിറ്റ് സെയിൽ ഇതാ 70,000 ഡ്യൂറിങ് ദി ഇയർ 70,000 രൂപയാണ്. ഓക്കെ. എന്നിട്ട് പിരിഞ്ഞ് കിട്ടിയത് എത്ര രൂപയ്ക്കാണ്? ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് കേട്ടോ. ഇനി ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് എത്ര? 7,000. ഈ 3 ഫിഗർ നോക്കുക. 70,000, പിരിഞ്ഞ് കിട്ടിയത് 67,000, ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് 7,000. അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ പിരിഞ്ഞ് കിട്ടിയ ക്യാഷ് ആണ് 67,000 കേട്ടോ. അത് എഴുതി. പിന്നെ എന്താണ്? ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് 7,000 എഴുതി. ഡെറ്റേഴ്സിൽ നിന്ന് പിരിഞ്ഞ് കിട്ടിയത് 67,000. 70,000 രൂപയ്ക്ക് നമ്മൾ കടം വിൽപ്പന നടത്തുകയും ചെയ്തു. ഓക്കെ. എന്തായാലും ഇങ്ങനെയാണ് ആ 2 കണക്കുകൾ നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യം മറ്റ് പ്രത്യേകതകളാണ്. 6ാമത്തെ ചോദ്യമാണ് ഹെഡ് ഓഫീസ് അറ്റ് മദ്രാസിലെ ഹെഡ് ഓഫീസ്, അതിന് ബ്രാഞ്ച് കൊല്ലത്തുണ്ട്. അപ്പൊ കൊല്ലം ബ്രാഞ്ചിന്റെ അക്കൗണ്ട് ഉണ്ടാക്കണം. ഗുഡ്സ് ആർ സെൻഡ് ബൈ ദ ഹെഡ് ഓഫീസ് ടു ഇറ്റ്സ് ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് വിച്ച് ദ ബ്രാഞ്ച് സെൽസ് ബോത്ത് ഫോർ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ്. ബ്രാഞ്ച് അത് ക്യാഷിനും ക്രെഡിറ്റും വിൽപ്പന നടത്തുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ഓപ്പണിംഗ് ബ്രാഞ്ച് സ്റ്റോക്ക് ഉണ്ട്, ഡെറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ഈ ഒന്നിലെ ബാലൻസ് ഒക്കെ ഓപ്പണിംഗ് ബാലൻസ് ആണെന്ന് പറഞ്ഞുതരാതെ തന്നെ അറിയാലോ. ഫർണിച്ചറിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട് 8,000. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡ്യൂറിംഗ് ദി ഇയർ 140. ക്യാഷ് സെയിൽസ് ഡ്യൂറിംഗ് ദി ഇയർ 82,000. ക്രെഡിറ്റ് സെയിലും ഉണ്ട് 90,000. ക്യാഷ് റിസീവ്ഡ് ഓൺ ഡെറ്റേഴ്സ് 83,000. റിട്ടേൺസ് ബൈ ഡെറ്റേഴ്സ് ടു ബ്രാഞ്ച്. ഇതിപ്പോൾ ബ്രാഞ്ചിൽ വിൽക്കാതെ ബാക്കി വന്നത് ഹെഡ് ഓഫീസിലേക്ക് 2,000 രൂപയുടെ സാധനം അയക്കുന്നുണ്ട്. ബൈ സൈഡിലാണ് കാണിക്കുക. അതൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഇനി നമുക്ക് അതിന്റെ അക്കൗണ്ട് ഉണ്ടാക്കുക. പ്രിപ്പയർ കൊല്ലം ബ്രാഞ്ച് അക്കൗണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് അറ്റ് ബ്രാഞ്ച്. ബ്രാഞ്ചിൽ പ്രോഫിറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ബ്രാഞ്ച് അക്കൗണ്ട് കൊല്ലം ബ്രാഞ്ച് അക്കൗണ്ട് ഉണ്ടാക്കുക. കൊല്ലം ബ്രാഞ്ച് അക്കൗണ്ട് വരച്ചു. ഓൾസോ പ്രിപ്പയർ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്. ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ദ എൻട്രീസ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2015. നമ്മുടെ അക്കൗണ്ട് ഇങ്ങനെയാണ്. കൊല്ലം ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കുന്നു. അതുപോലെ തന്നെ ആദ്യം തന്നെ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എഴുതുന്നു. ഓപ്പണിംഗ് ബാലൻസ് എഴുതുന്നു. ബ്രാഞ്ച് സ്റ്റോക്ക് 24,000, ബ്രാഞ്ച് ഡെറ്റേഴ്സ് 7,000, ബ്രാഞ്ച് ഫർണിച്ചർ 8,000. ഇതൊക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസിംഗ് ബാലൻസ് ഈ സൈഡിൽ അവസാനമാണല്ലോ വരിക. ബൈ ബ്രാഞ്ച് സ്റ്റോക്ക് 40,000, ബൈ ബ്രാഞ്ച് ഡെറ്റേഴ്സ് 10,500, ബൈ ബ്രാഞ്ച് ഫർണിച്ചർ 6,400. ഇതൊക്കെ നമുക്ക് ഉള്ള ഫിഗർ തന്നെയാണ്. പിന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് കൊല്ലം ബ്രാഞ്ച് അക്കൗണ്ട് എത്രയാണ്? 1,50,000. ആ 1,50,000 സാധനങ്ങളാണ് കൊല്ലം ബ്രാഞ്ചിലേക്ക് അയക്കുന്നതെന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് അത് എഴുതി. ഓക്കെ. അപ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് 1,50,000 എഴുതി. ബാങ്ക് ടു ബാങ്ക് എക്സ്പെൻസ് നേരിടാൻ വേണ്ടിയിട്ട് ബാങ്ക് 7,000 രൂപ അയച്ചു കൊടുക്കുന്നുണ്ട്. റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ് 7,000. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? അത് നമ്മൾ ടു ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതി 7,000. ഇത്രയുമാണ് കാര്യങ്ങൾ. ഇനി ക്യാഷ് സെയിൽ എത്രയാണ്? 82,000 രൂപയുടെ ക്യാഷ് സെയിലും ഡെറ്റേഴ്സിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയ പൈസ 83,000 രൂപയാണ്. 82,000 രൂപയുടെ ക്യാഷ് സെയിൽ ഇവിടെ ഉണ്ടാവും നോക്കുക. ശരിയാണ്. ക്യാഷ് സെയിൽ ഡ്യൂറിംഗ് ദി ഇയർ 82,000. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് 80. ഇത് രണ്ടും കാണിക്കുക. രണ്ടും കൂടി ടോട്ടൽ ചെയ്തിട്ടാണ് ഹെഡ് ഓഫീസിലേക്ക് അയച്ചു കൊടുക്കേണ്ട 1,65,000 രൂപ. ഓക്കെ. ഇനി എന്താണ് വേണ്ടത്? ബ്രാഞ്ച് ക്ലോസിംഗ് ബാലൻസുകൾ എഴുതണം. ക്ലോസിംഗ് സ്റ്റോക്ക് 40,000 അതൊക്കെ അവിടെ തന്നിട്ടുണ്ട്, എഴുതി ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പോൾ കൊല്ലം ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ കൊല്ലം ബ്രാഞ്ച് അക്കൗണ്ട് മാത്രമല്ല, കൊല്ലം ബ്രാഞ്ചിന്റെ ഡെറ്റേഴ്സ് അക്കൗണ്ട് കൂടി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. എപ്പോഴും ഡെറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഡെറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യൻ ഉണ്ട് 7,000 അത് എഴുതുക. ക്രെഡിറ്റ് സെയിൽ 90,000 ക്രെഡിറ്റ് സെയിലാണ് 97,000. ആ ടോട്ടൽ ഇവിടെ കൊണ്ടുവരിക. ഡിഫറൻസ് ഉള്ള എമൗണ്ട് പിരിഞ്ഞു കിട്ടിയ പൈസ എത്രയാണ്?
ബൈ ബാങ്ക് 53,000, റിട്ടേൺസ് 2,000, ഡിസ്കൗണ്ട് 1,000, ബാഡ് ഡെറ്റ് 500, ഡിഫറൻസ് ഉള്ള എമൗണ്ട് ബ്രോട്ട് ഡൗൺ ചെയ്യുക. ഇതാണ് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടും കൂടി.